ഞാൻ 7ാം വാർഡിലേക്ക് സംവരണ സീറ്റിൽ പട്ടികജാതി വിഭാഗത്തിൽ സീറ്റ് CPIയുടെ നിർദ്ദേശപ്രകാരം നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് എൻ്റെ എല്ലാ റിസൾട്ടുകളും ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ് ഞാൻ സ്വന്തം അങ്ങനെ ഇരിക്കുമ്പോഴാണ് CPIയും CPMും തമ്മിലുള്ള ഏരിയ കമ്മിറ്റി നടക്കുമ്പോൾ പിന്നെ പരസ്യമായിട്ട് അവർ അവഹേളിച്ച് കേൾക്കാൻ കൊള്ളാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പിന്മാറണം എന്നുള്ളത് എനിക്കറിയാം. കാരണം സ്വാഭാവികമായിട്ട് വേറൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ നമുക്ക് പിന്മാറണം എന്നുള്ളത് അറിയാം. ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്നായി. ഞാൻ മറ്റുള്ള എൻ്റെ എനിക്ക് പിന്തുണച്ചവരോട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഞാൻ പിന്മാറത്തില്ല, പിൻവലിക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിൻവലിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് താൻ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അത് പ്രിന്റിംഗ് പേപ്പറും എൻ്റെ ഫോട്ടോയും എല്ലാം എടുത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ എൻ്റെ ഇന്നലത്തെ ദിവസം റിട്ടേണിംഗ് ഓഫീസർ എല്ലാ സ്ഥാനാർത്ഥികളെയും കടുത്തുരുത്തി പഞ്ചായത്തിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും വിളിച്ച് അവർക്ക് ഇലക്ഷൻ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അത് ആ സമയത്ത് ഞാൻ അവിടെ ചെറിയ ഒരു 10-70-75 പേരുണ്ടായിരുന്നു, എല്ലാവരും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഓഫീസർമാരും ഉൾപ്പെടെ. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു, സാറേ എനിക്ക് ഇന്നപോലെയാണ്, എൻ്റെ ചിഹ്നം എനിക്ക് അറിയത്തില്ല, ഞാൻ ഇന്നപോലെ ഇത് സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നേരമാണ് റിട്ടേണിംഗ് ഓഫീസർ ഇത് പറയുന്നത്, തൻ്റെ ആപ്ലിക്കേഷൻ പിൻവലിച്ചിരിക്കുന്നത്, എൻ്റെ നോമിനേഷൻ പിൻവലിച്ചിരിക്കുകയാണ്, താൻ ഒപ്പിട്ട് തന്നത് രേഖ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ കാണിക്കുകയും എൻ്റെ ഒപ്പമല്ല അത്. ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒപ്പമല്ല. ഞാൻ പറഞ്ഞു എൻ്റെ നാമനിർദ്ദേശത്തിനും അറിയാതെയാണ് എൻ്റെ നോമിനേഷൻ പിൻവലിച്ചിരിക്കുന്നത്, കള്ളപ്പെട്ട്. അതെനിക്ക് അറിയണം എന്താ. ഇത് സംബന്ധിച്ച് ഞാൻ ഇലക്ഷൻ കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്, ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്, റിട്ടേണിംഗ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്, പത്രങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്.